സാറേ ഭയങ്കര പണിയാണെന്ന് തോന്നുന്നല്ലോ. ഓ എന്തോന്ന് പണിയുടെ. എന്നാൽ അടുത്ത പണി ഇപ്പൊ കിട്ടും. അലക്സ് സാറ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാമിന്റെ TRP താഴെ പോയെന്നും പറഞ്ഞു ഭയങ്കര ബഹളം. ഷടാ, ഇയാൾക്ക് ഇത് എന്തിന്റെ ഭ്രാന്താ? ത്രില്ലിംഗ് സബ്ജക്റ്റ് വെച്ചുള്ള ന്യൂസ് വേണമെന്ന് പറഞ്ഞിട്ടാ കുറച്ച് സൂപ്പർ നാച്ചുറൽ ആക്ടിവിറ്റി തപ്പി പോകാമെന്ന് വെച്ചത്. എന്നും പറഞ്ഞ് ഇല്ലാത്ത പ്രയത്നം ഞാൻ എവിടെ നിന്നുണ്ടാക്കാനാ? ആർക്കറിയാം, അങ്ങനൊക്കെ അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാ നീ ആൻസിയെയും സെലിനെയും സഞ്ജനയും കൂടി വിളിക്കുക മീറ്റിങ്ങിന്. ഷായ് സാറേ ഒന്ന് നിന്നേ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ പ്രോഗ്രാംസും ചെയ്തു കൊടുത്തിട്ട് പിന്നെയും ഇങ്ങേറെ വായിലിരിക്കുന്നത് കേൾക്കാനാണെങ്കിൽ ഞാനില്ലേ ഈ പണിക്ക്. ഷാജി സാറല്ലേ ഞങ്ങളുടെ ടീം ലീഡർ, അപ്പോൾ സാറ് സ്ട്രോങ് ആയിട്ട് അങ്ങോട്ട് പറയണം. എന്ത്? അല്ല എന്തെങ്കിലും. ഓ, ആദ്യം അങ്ങേരെ എന്തിനാ വിളിച്ചതെന്ന് നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അതേനെ, ആദ്യം നമുക്ക് അകത്തേക്ക് കയറാം. ഇല്ല സാറേ, ഈ ആഴ്ച തന്നെ TRP റേറ്റിംഗ് നമ്മൾ മുന്നിലെത്തും. നമ്മുടെ ടീം പുതിയ രീതിയിൽ പ്രോഗ്രാമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ശരി സാർ. ഓക്കെ, ഗുഡ് ഡേ സാർ. ഓക്കെ, ഗുഡ് ഡേ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് മോർണിംഗ് മോർണിംഗ്. ആൻസി ഇരിക്കൂ. സെലിൻ ഇരിക്കൂ. ആൻസി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീട്ടിലെല്ലാവർക്കും സുഖം തന്നെ അല്ലേ? അതെ സർ. സെലിൻ എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നില്ല അല്ലേ? ഓക്കെയാണ് സാർ. സാർ മീറ്റിംഗ് വിളിച്ചായിരുന്നു. വിളിച്ചായിരുന്നു. TRP താഴെ പോയാൽ വിളിച്ചല്ലേ പറ്റൂ. നിങ്ങളുടെ റിപ്പോർട്ടിങ്ങൊക്കെ നല്ലതാണ്, പക്ഷേ പ്രോഗ്രാമിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഇല്ല, ഒരു ത്രില്ലില്ല. കുറച്ചൊക്കെ ഒരു ഹൊറർ ബിൽഡപ്പും സൂപ്പർ നാച്ചുറൽ ആക്ടിവിറ്റി ഒക്കെ കാണിച്ചാലേ പ്രോഗ്രാം ഒന്ന് ക്ലിക്കാവൂ. അങ്ങനല്ലേ നമുക്ക് കണ്ടിന്യൂ വ്യൂവർഷിപ്പ് കിട്ടൂ. മനസ്സിലായില്ലേ? സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം. ഓക്കെ സാറേ, എന്നും പറഞ്ഞ് ഇല്ലാത്ത പ്രയത്നം ഞങ്ങൾ എവിടുന്ന് ഒപ്പിക്കാനാ? മിസ്റ്റർ ഷാജി, എവിടുന്ന് എങ്ങനെയെന്ന് നിങ്ങൾ എന്നോടല്ല ചോദിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഞാനൊരു പ്രപ്പോസൽ അങ്ങോട്ട് തരാം. സോ ഡിയർ ടീം, ഹാവ് എ ലുക്ക് ഓൺ ദിസ്. ഇത് കഴിഞ്ഞ 50 വർഷമായിട്ട് ആൾതാമസമില്ലാത്തൊരു ബംഗ്ലാവാണ്. ഇവിടെ നിന്നൊരു 3 മണിക്കൂർ ദൂരമുണ്ട്. ഇടുക്കിയിലെ ചാലിശ്ശേരി എന്ന സ്ഥലത്താണ് ഈ ബംഗ്ലാവ്. ഇവിടെ പ്രേതശല്യം ഉണ്ടെന്നും ഇല്ലെന്നൊക്കെ പറയുന്ന നാട്ടുകാരുണ്ട്. സോ നിങ്ങൾ അവിടെ വരെ പോയി ഒന്ന് അന്വേഷിച്ച് പറ്റുമെങ്കിൽ അവിടെ 2 ദിവസം താമസിച്ച് നോക്ക്, എന്നിട്ട് റിപ്പോർട്ടിങ് ഇട്. അപ്പോൾ അറിയാലോ പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഇനി അവിടെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നിങ്ങളായിട്ടൊരു ഹൊറർ മൂഡ് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ പ്രോഗ്രാമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിക്കോളും. ഓക്കെ ഷായ് സാറേ, ആ ഫയൽ കാണിച്ച് ഞാൻ നോക്കട്ടെ. അലക്സ് സാറേ, ഇത് മറ്റേ ഗ്രേസ് വില്ല അല്ലേ, ചാലിശ്ശേരി? അതെ. നിനക്ക് ഈ സ്ഥലം അറിയോ? ശരിക്കും അറിയില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്ഥലം അറിയാവുന്ന ഒരാൾ കൂടി ഉണ്ടല്ലോ കൂടെ. അപ്പോൾ കാര്യങ്ങൾ എളുപ്പമായില്ലേ? സോ ദ മീറ്റിംഗ് ഈസ് ഓവർ. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ പോകാനുള്ള കാര്യങ്ങൾ നോക്ക്. ഓക്കെ എന്റെ ആൻസി, നമ്മൾ എന്തോരം മിസ്റ്റീരിയസ് എപ്പിസോഡ്സ് ചെയ്തിരിക്കുന്നു. ഇതുവരെ എവിടെയെങ്കിലും ഒരു പ്രേതാത്മാവിനെങ്കിലും കണ്ടോ? ഇല്ലല്ലോ. ഇതൊക്കെ ചുമ്മാ നാട്ടുകാരെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണെന്നേ. അതെ, നമ്മൾ ഇവിടെ വന്നത് ഇവിടെ പ്രേതം ഇല്ലാന്ന് വരുത്താനല്ല, ഉണ്ടെന്ന് വരുത്താനാണ്. ഇല്ലെങ്കിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്യണം. ഷാജി സാറേ, ആ കാര്യം ഞാൻ ഏറ്റു. ഞാൻ ഓജോബോർഡും EMF മീറ്ററും ഒക്കെ എടുത്തിട്ടുണ്ട്. ബെസ്റ്റ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡും ഇപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും. ഇങ്ങനെ പേടിക്കില്ല സാറേ, ഞങ്ങളെങ്കിലേ. അതാ എന്റെ പേടി. ഇവിടെ അങ്ങനെ പറയത്തക്ക കുഴപ്പമായിട്ട് തോന്നുന്നില്ല അല്ലേ? നമുക്ക് വൈകിട്ട് ഇവിടെ ചിക്കനൊക്കെ പൊരിച്ചു കൂടാണ്. പിന്നെ ചിക്കൻ പൊരിച്ചത് കൂടെ ലേഡീസ് ഒക്കെ ഉള്ള രാത്രി കള്ളും കുടിച്ച് ബോധം കെട്ട് കിടക്കാനൊന്നും പറ്റത്തില്ല. കൂടെ മാനേജർക്കുള്ള പിന്നെ മാനേജർ ചേട്ടാ, എടാ ലേഡീസിന് നമുക്ക് റൂം കൊടുക്കാം, എന്നിട്ട് നമുക്ക് ഹാളിൽ കിടന്നാ പോരെ? ഷായ് സാറേ, നമുക്കിന്ന് രാത്രി തന്നെ എന്തെങ്കിലും ഒരു പ്രേത പരിപാടി സെറ്റാക്കി ഷൂട്ട് ചെയ്താൽ നാളത്തെ എപ്പിസോഡിൽ അങ്ങ് വിടാലോ. ആൻസി, ഞാനൊരു പ്ലാൻ പറയാം. നമ്മൾ രാത്രിയാകുമ്പോൾ കുറച്ച് ഹൊറർ മൂഡൊക്കെ സെറ്റ് ചെയ്ത് ഓജോ ബോർഡ് കളിക്കാം. അത് നിങ്ങൾ ആരെങ്കിലും ലീഡ് ചെയ്യും. ഞാൻ അപ്പോൾ ഒരു ഗോസ്റ്റ് സെറ്റപ്പിൽ ഇവിടെ വരാം. എന്റെ കയ്യിൽ കോസ്റ്റ്യൂം ഒക്കെ ഉണ്ട്. ഓഹോ, നീ അപ്പൊ വെൽ പ്ലാൻഡ് ആണല്ലേ? റീൽസ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചതാ ചേട്ടാ. ഇങ്ങനെയെങ്കിലും ഉപകാരപ്പെടട്ടെ. പ്ലാനൊക്കെ കൊള്ളാം, പക്ഷെ നിന്റെ ടൈം പക്ക ആയിരിക്കണം. സെറ്റ്. ഇത് വേണം. ഈ ഓജോ ബോർഡില്ലാതെ വേറെ എന്തെങ്കിലും ചെയ്താൽ പോരെ? നീ CCTV എല്ലാം വർക്കിംഗ് അല്ലേ? നോക്കിയേ. അതെ സർ, എല്ലാം
വേഗം വരണം. ഓക്കേ. സഞ്ജു സെല്ലിനെ വിളിച്ച് റെഡി അല്ലെന്ന് ചോദിച്ചേ. ഹലോ സെല്ലിനെ നീ റെഡി അല്ലേ? ഹലോ ഹലോ ഹലോ. ഓ ചേട്ടാ ഇവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എടാ നീ അത് വിട്, അവിടെ വരും, നമുക്ക് തുടങ്ങാം. എടാ നീ ആ ക്യാൻറ്റീനിൽ എത്തി. ഓക്കെ. Good spirit, please come. Good spirit, please come. Good spirit, please come. ചേട്ടൻ ഒന്നുകൂടി വിളിയണം. Good spirit, please come. Good spirit, please come. Good spirit, please come. എന്ത് പാടായി ഇതൊക്കെയാണോ? സോറി, കുറച്ച് realistic ആയിട്ട് നോക്കാം. അത് വിട്, ചേട്ടൻ പ്രയത്നം വിളിക്കും. Good spirit, please come. Good spirit, please come. Good spirit, please come. എന്ത് പാടി? സെല്ലില്ലേ അവിടെ ഉറങ്ങണം. ചേട്ടൻ ഒന്നുകൂടെ വിളിക്കും, അവിടെ വരും. ഇത് കുറെ എനിക്ക് ഉറക്കം വരും. Good spirit, please come. Good spirit. അതാരാ? ആൻസിയല്ലേ? എടാ വാടാ, നമുക്ക് വേഗം പോയി നോക്കാം. അയ്യോ ഇതെന്താ പറ്റിയേ? കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ. നീ ഓക്കെ അല്ലേ? എന്തിനാ നിലവിളിച്ചത്? അവിടെ അവിടെ അവിടെ. എന്ത് പാടി? നീ പേടിക്കാത്ത കാര്യം പറ. എന്ത് പറ്റി? നീ ഇവിടെ ഇരുന്ന്. സഞ്ജു നീ വെള്ളം എടുത്തേ. ഞാനൊക്കെ അകത്തേക്ക് പോയപ്പോൾ എന്തോ ഒരു ചിരി പറഞ്ഞു വന്നു എന്റെ നേരെ. ഞാൻ അതിനെ കൈകൊണ്ട് തട്ടിയതാ. എന്റെ കൈ മുറിഞ്ഞു, ചോരയൊക്കെ വരുന്നു. ഷായ് സാറേ ഞാൻ പോയി ഫസ്റ്റ് എടുത്തിട്ട് വരാം. ആ സെല്ല് നീ ഇവിടെ നിൽക്കണം. നിന്നെ എത്ര നേരം വിളിച്ചു? ആൻസിയുടെ കൈ മുറിഞ്ഞു, നീ വേഗം വാ. നീയല്ലേ ഇപ്പൊ അവിടെ നിന്നത്? നീ എങ്ങനെ ഇതുവഴി വരുന്നത്? സെല്ലിനെ നീ അവിടെ പോയി കിടക്കുമായിരുന്നു. അവിടെ ഒരു പിടിഞ്ഞ പ്ലാൻ. ഈ പ്ലാൻ നിന്റെ ആണെന്നുള്ള മിനിമം റെസ്പോൺസിബിലിറ്റി നീ കാണിക്കണം കേട്ടോ. അല്ല ചേട്ടാ ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഒന്നും പറയണ്ട. അവളുടെ ഒരു ഓജോ ബോർഡും ഒരു പ്ലാൻ. സാരിയില്ലെന്നേ, അവളെ വെറുതെ വഴക്ക് പറയാതെ. നിനക്ക് എന്താ പറ്റിയേ? നിന്റെ കൈ എങ്ങനെയാ മുറിഞ്ഞേ? അതൊന്നുമില്ല, എന്തോ ഒരു ജീവി. ജീവിയോ? എന്ത് ജീവി? അറിയില്ല. ദേ ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അടുത്ത പ്ലാനാണോ? പ്ലാൻ അല്ല, ഞാൻ എന്തോ ഒന്ന് കണ്ടു. കണ്ടെന്നോ? എന്ത് കണ്ടെന്നോ? അതെ, നിങ്ങൾ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് ഞാൻ ആ വരാന്തയിൽ നിൽക്കായിരുന്നു. അപ്പോൾ ആ ജനലിൽ കൂടി പുറത്ത് ഒരു വികൃത രൂപത്തെ ഞാൻ കണ്ടു ചേട്ടാ, ഞാൻ കണ്ടു. മതി മതി, ചുമ്മാ ബാക്കിയുള്ളവരെ കൂടി പേടിപ്പിക്കാനായിട്ട് തോന്നുന്നു. ചേട്ടാ ഞാൻ വെറുതെ പറഞ്ഞതല്ല ചേട്ടാ, ഞാൻ അതിനെ ഫോളോ ചെയ്ത് എനിക്ക് വഴി തെറ്റിപ്പോയി. ഞാൻ പിന്നെ വേറെ കുറെ ഏതൊക്കെയോ റൂമിലൂടെ കയറിപ്പോയി. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. അയ്യോ എനിക്ക് തല കറങ്ങുന്നേ. നീ കൂടുതൽ അഭിനയിക്കരുത്. നിനക്കല്ലായിരുന്നു ഓജോ ബോർഡ് കളിക്കാൻ. ഒന്ന് നിർത്തിക്കേ, ചുമ്മാ വിളക്കിടാതെ പോയി കിടന്ന് ഉറങ്ങല്ലേ. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി നിനക്കെന്നാ പറയാനുള്ളത്? അല്ല, ഞാൻ ആ ഫസ്റ്റ് എടുക്കാൻ പോയി. ഞാനവിടെ ഒരു പെണ്ണിനെ കണ്ടായിരുന്നു. ഞാൻ കരുതിയത് സെല്ലിനാണ്. പക്ഷേങ്കിൽ ഞാനിവിടെ വരുമ്പോൾ സെല്ലിന് ഇപ്പുറത്തെ വശത്തോടെ ആവും. അപ്പൊ പിന്നെ അതാ സത്യമാണോടെ? അത് ചേട്ടാ, ഇവിടെ ശരിക്കും പ്രേതം കിട്ടാ. ആൻസിക്ക് നല്ല പെയിൻ ഉണ്ടെന്ന് തോന്നുന്നത്. ഡിസലിനെ നീ അവളെ സോഫയിലോട്ടൊന്ന് കിടത്തിക്കേ. ആ ശരി ചേട്ടാ. അതെ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇനി എന്തോന്നിടേ നിനക്ക് വീണ്ടും? അത് എനിക്ക് ഈ സ്ഥലം മുൻപ് പരിചയം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ നീ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. അത് ഞാൻ കുറച്ച് വർഷം മുൻപ് ഒരു സ്വാമി ഇന്റർവ്യൂ ചെയ്യാൻ പോയത് ഓർമ്മയുണ്ടോ? ഏതോ വിനീതാനന്ദ നമ്പൂതിരിപ്പാടെന്നോ മറ്റോ അല്ലേ? അതെ, അദ്ദേഹം തന്നെ. അദ്ദേഹം ഈ ബംഗ്ലാവിനെ കുറിച്ച് ചില കാര്യങ്ങൾ എന്നോട് പറയുന്നുണ്ടായിരുന്നു. കാര്യങ്ങളോ? എന്ത് കാര്യങ്ങളും? ഈ ബംഗ്ലാവിന്റെ ചരിത്രം. എന്ത് ചരിത്രം? അപ്പം നിനക്ക് ഏതാണ്ടൊക്കെ അറിയായിരുന്നല്ലേ? ആ, കുറച്ചൊക്കെ. ചേട്ടാ വിളിക്ക് ചേട്ടാ, നമുക്ക് വെറുതെ സമയം കളയാതെ. വിളിക്കാല്ലേ? വിളിക്കണേ. ഹലോ
ഹലോ സ്വാമി. സോറി സ്വാമി, ഒരു അത്യാവശ്യമായതുകൊണ്ടാ. പകൽ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ സ്വാമി. സോറി 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 സോറി, ഇപ്പഴെനിക്ക് ആളെ മനസ്സിലായത്. നമ്പർ മാറിപ്പോയതാ. സോറി സോറി. എന്തോന്നടേ ഇത്, നീ സാമിയെ തന്നെയല്ലേ വിളിച്ചേ? അല്ല ഏട്ടാ, പേടിച്ച് നമ്പർ മാറി. മറ്റേ MLAക്കാണ് കോള് പോയത്. ആ ബെസ്റ്റ്. എടാ നീ സ്വാമിയെ വിളിക്കുന്നുണ്ടെങ്കിൽ വിളിക്ക്, എന്നിട്ട് ആ സ്പീക്കറിലോട്ട് എന്നിട്ട്. ഹലോ, ആരാണ്? ഹലോ, വിനീതാനന്ദ സ്വാമികളല്ലേ? അതെ, പറഞ്ഞോളൂ. സ്വാമിക്ക് എന്നെ മനസ്സിലായോ? ഞാൻ രാജീവ്. പണ്ട് ചാനലിൽ നിന്ന് സ്വാമി ഇന്റർവ്യൂ ചെയ്യാൻ വന്നിട്ടുണ്ട്. ആ, മനസ്സിലായി. എന്താണ് രാജീവൻ ഈ സമയത്ത്? സ്വാമി അന്ന് എന്നോടൊരു ഗ്രേസ് വില്ലയുടെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? എനിക്ക് ആ വില്ലയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. ഗ്രേസ് വില്ലയോ? ആ ബംഗ്ലാവിനെ പറ്റി ആരും ഒന്നും അന്വേഷിക്കാതായിട്ട് വർഷങ്ങളായല്ലോ. തനിക്ക് അതിന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് എന്തിനാണ്? അല്ല സ്വാമി, ഞാനെൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ ഈ ബംഗ്ലാവിലുണ്ട്. ഞങ്ങൾക്കിവിടെ എന്തൊക്കെയോ അസ്വാഭാവിക തോന്നുന്നു. അതാണ് സ്വാമി ഒന്ന് വിളിച്ചത്. പകൽ പോലും ആളുകൾ അതുവഴി പോകാൻ മടിക്കുന്നിടത്ത് നിങ്ങൾ ഒരിക്കലും പോകാൻ പാടില്ലായിരുന്നു. പന്ത് പറ്റിപ്പോയി സ്വാമി. സ്വാമി ബംഗ്ലാവിന്റെ ചരിത്രം ഒന്ന് പറഞ്ഞു തരുന്നു. ചരിത്രം, അതാണ് എല്ലാത്തിനും തുടക്കം. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച ബംഗ്ലാവായിരുന്നു ഗ്രേസ്രി വില്ല എന്ന ഗ്രേസ് വില്ല. ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുൻപ് അവിടെ താമസിച്ചിരുന്നവരാണ് റിച്ചാർഡ് ഗ്രേസ്രിയും ഭാര്യ എലിസബത്ത് ഗ്രേസ്രിയും മകൾ കാതറിൻ ഗ്രേസും. കാതറിൻ ഗ്രേസിന് ഡാനിയൽ എന്നൊരു അനാഥ പയ്യനുമായി പ്രണയമുണ്ടായിരുന്നു. മികച്ച നൃത്തകരായിരുന്നു രണ്ടുപേരും. നൃത്തമാണ് അവരെ പ്രണയത്തിലാക്കിയത്. ഇവരുവരുടെയും പ്രണയം വീട്ടിലറിഞ്ഞ കാതറിൻ്റെ വീട്ടുകാർ ഡാനിയലിനെ കൊലപ്പെടുത്തി. തടയാൻ ചെന്ന കാതറിനെയും അവർ കൊല്ലേണ്ടി വന്നു. ഇരുവരുടെയും മൃതദേഹങ്ങൾ ആ ബംഗ്ലാവിൽ തന്നെ അവർ കുഴിച്ചു മൂടി. പ്രണയത്താൽ ഒന്നിക്കാൻ കഴിയാത്ത അവർ മരണത്താൽ ഒരുമിച്ചു. എന്നാൽ പ്രതികാരദാഹിയായ കാതറിൻ്റെ ആത്മാവ് മരണശേഷം അവളുടെ വീട്ടുകാരെയെല്ലാം വേട്ടയാടി. കൈകാലുകൾ തളർന്ന് ചോര ഛർദ്ദിച്ചാണ് എല്ലാവരും കൊല്ലപ്പെട്ടത്. ആ തലമുറ നശിച്ചതിന് ശേഷം സർക്കാർ ആ ബംഗ്ലാവ് ഏറ്റെടുത്തു. പക്ഷെ നടത്തിപ്പവകാശം കിട്ടിയ ആർക്കും അധികം നാൾ ജീവിച്ചിരിക്കേണ്ടി വന്നു. പിന്നെ നിങ്ങൾ ഇപ്പോൾ ആ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ ബംഗ്ലാവിൽ ഒരു തുള്ളി രക്തം വീഴാൻ ഇടവരുത്തരുത്. ആരുടെയെങ്കിലും കൈകാലുകൾ മുറിയുകയോ രക്തം വീഴുകയോ ചെയ്തു കഴിഞ്ഞാൽ അവളുടെ ശക്തി പ്രാപിക്കും. ആരുടെയെങ്കിലും ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിച്ചിരിക്കും.
കോള് വന്നതാ, സോറി. നിനക്ക് ഈ റിംഗ് ടോണെങ്കിലും ഒന്ന് മാറ്റിക്കൂടറേ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ചേട്ടാ, അലക്സാറാ. എടുക്ക് അയാളോട് ഇങ്ങോട്ട് വരാൻ പറ, യക്ഷിയെ നേരിട്ട് കാണാൻ. ഹലോ അലക്സാറേ, ഇവിടെ മുഴുവൻ പ്രശ്നമാണ്. ഞങ്ങൾ ഇന്ന് രാത്രി ജീവനോടുണ്ടെങ്കിൽ മാത്രമേ സാറിന് നാളത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഹലോ രാജീവ, ഞാനെല്ലാം CCTV കൂടെ കണ്ടായിരുന്നു. നിങ്ങളൊന്നുകൊണ്ട് പേടിക്കേണ്ടെന്നേ, ഞാൻ എത്രയും വേഗം അവളെ തളയ്ക്കാനുള്ള ആളുമായിട്ട് അവിടെ എത്തിയിരിക്കും. ഓക്കെ? എന്താ പുള്ളി എന്താ പറഞ്ഞേ? അങ്ങേരെ യക്ഷി തളയ്ക്കാൻ മന്ത്രവാദിയായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. എപ്പോ നമ്മൾ ചത്തിട്ടോ? നെഗറ്റീവ് അടിക്കാതെ ചേട്ടാ, പുള്ളി വരുമായിരിക്കും. റിയലി സോറി കേസ്, ഇവിടെ ശരിക്കും യക്ഷി ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനാണല്ലോ നമ്മൾ ഈ പരിപാടിയൊക്കെ നടത്തുന്നത്. ഏത് ഇനി ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ TRP ടോപ്പ് ആകും, അതിൽ നോ ഡൗട്ട്. സോ വെൽ ഡൺ ഗൈസ്. ഓക്കെ, ഷേഖൻ്റെ വേണ്ട ആർക്കും. തനിക്ക് TRP, ഞങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ RP ആയനെ, അറിയോ? മിസ്റ്റർ ഷാജി, നിങ്ങൾ വറീഡാകാതെ. എന്തിലും എൻ്റെ ഒരു പ്ലാൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? പ്ലാനോ? എന്ത് പ്ലാൻ? രംഗനാഥൻ, കയറി വരൂ. ഇതാരാ സാറേ, മന്ത്രവാദിയോ? ഇതാണ് രംഗനാഥ സിദ്ധൻ. മന്ത്രങ്ങൾ അറിയുന്നവനാണ് മന്ത്രവാദി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അത് നാം തന്നെയാണ്. അവൾ ഇവിടെ തന്നെ ഉണ്ട്. വേഗം പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുക. രാജീവ, സഞ്ജു, വേഗം നിങ്ങൾ ആ സിദ്ധൻ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്തേ. ജലജ്വാല ജിഹ്വേ കരാളവദനി പ്രത്യംഗിരി ക്ലിം നമസ്വാഹ. പരസൈന്യ വിദ്യുത്സിനി പരകർമ്മ പരമോജാസിനി സർവഭൂതശമനി ഇറങ്ങി വരിക. ഇനിയും നിന്റെ അക്രമങ്ങൾ ഇവിടെ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. ഇറങ്ങി വരിക. ഇറങ്ങി വരാൻ. വന്ന് ഈ കളത്തിലിരിക്ക. ഇവിടെ ഇരിക്കാൻ. അവളെ പിടിച്ച കളത്തിലിരുത്ത. അല്ല, സ്വാമി തന്നെ അങ്ങ്. അവളെ പിടിക്ക. ഞാനല്ലേ പറയണേ. പ്ലീസ്. ആരാണ് നീ? നിർത്തു നിന്റെ കൊലച്ചിരി. നീ ആരാണെന്നാണ് ചോദിച്ചത്. ഈ കുടുംബം ഇല്ലാതാക്കി 50 വർഷമായിട്ടും തീർന്നില്ലേ നിന്റെ രക്തദാഹം ഇതുവരെ? ഇല്ല, എന്റെ പ്രതികാരം അടങ്ങണമെങ്കിൽ ഇവിടെയുള്ള ഒരാളുടെ കൂടെ ജീവൻ എനിക്ക് വേണം. ഇവരൊക്കെ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? അവരെ ഈ ശരീരത്തെ നിനക്ക് വെറുതെ വിട്ടുകൂടെ? വെറുതെ വിടാനോ? ഇവനെയോ? എന്നെയും എന്റെ സ്വപ്നങ്ങളും ഇല്ലാതാക്കിയ ഈ കുടുംബത്തിലെ അവസാന കണ്ണിയാണിവൻ. ഇവന്റെ രക്തം വിടാതെ എന്റെ പക തീരില്ല. എടാ, ഇയാളായിരുന്നല്ലേ അപ്പൊ വില്ലൻ? എടോ, തനിക്കപ്പൊ എല്ലാം അറിയാതിരുന്നിട്ടല്ലേ ഞങ്ങളെ ഇങ്ങോട്ട് കൊല്ലാൻ വിട്ടത്? അതെ, എല്ലാം അറിഞ്ഞിട്ട് കൂടെയാണ് നിങ്ങളെ ഇങ്ങോട്ട് വിട്ടത്.
കുറേ വർഷമായി നശിച്ച ബംഗ്ലാവ് ഞാൻ വിൽക്കാൻ നോക്കുന്നു. ഇന്നത്തോടുകൂടി പ്രേതശാല എനിക്ക് അവസാനിപ്പിച്ചേ പറ്റൂ. എന്നെ ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. ആൻസി നീ ഓക്കെ അല്ലേ? സെലിൻ, എനിക്ക് എന്താ പറ്റിയത്? എനിക്കൊന്നും ഓർമ്മ കിട്ടില്ല. നീ ഒന്നും അറിയാതിരിക്കുന്നതാണ് നല്ലത്. ഒന്നുമില്ല, എല്ലാം നാളെ നേരം വിളിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും. ഇപ്പോൾ വാ.